അയ്യോ എന്റെ ഫോൺ. എന്താടാ ഒരുമാതിരി ഇരിക്കുന്നത്? അവളും അല്ല നിന്നെ ബ്ലോക്ക് ചെയ്താ? എടാ അവളെ ബർത്ത്ഡേ ആടാ നാളെ. ഇന്നലെയാണ് അവളെ ഫോണും പൊട്ടിപ്പോയി. നീ പുതിയൊരു ഫോൺ വാങ്ങി കൊടുക്കണ്ടേ? അതിനിപ്പോ എന്ത് പറഞ്ഞ വാങ്ങിച്ചോട്. എടാ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഫോണിനൊക്കെ ഇപ്പൊ എന്തൊരു വിലയെന്നറിയോ? എൻ്റെ ഇപ്പൊ ഒരു ഫോൺ എടുക്കാനുള്ള പൈസ ഇല്ല. ആ കൊള്ളാടാ, നിനക്ക് അവക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പോലും പറ്റത്തില്ലേ? ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലടാ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നിന്റെ ബജാജിന്റെ EMI കാർഡ് ഉണ്ടോ? ബജാജിന്റെ EMI കാർഡോ? അത് വെച്ച് എങ്ങനെ ഫോൺ എടുക്കാനാ? അത് സിമ്പിൾ അല്ലേ, ഒരു EMI കോസ്റ്റ് ഇല്ലാതെ നിനക്ക് ബ്രാൻഡ് ന്യൂ സ്മാർട്ട് ഫോൺസ് എടുക്കാം. എടാ നീ ഫുൾ എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല, നിന്റെ കയ്യിലുള്ള സാലറി വെച്ച് മാസം അടച്ചാൽ മതി. എടാ അങ്ങനെ അടച്ചാൽ മതിയോ? എടാ ഇതിൽ പെട്ടെന്ന് അപ്രൂവൽ കിട്ടും, പിന്നെ പുതിയ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് നീ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എടാ ഞാൻ ഇത് എടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണ്ടേ? എന്റെ ബയോയിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് നമ്പർ, പിൻകോഡ്, അഡ്രസ്സ് ഇത്രയും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. 530 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബജാജ് ഇൻസ്റ്റന്റ് EMI കാർഡിൽ എത്ര രൂപ ലിമിറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുതിയ ഫോൺ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. നിങ്ങൾക്ക് പുതിയ ഫോണോ മറ്റേതെങ്കിലും ഗാഡ്ജറ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ മുഴുവൻ തുകയും ഒറ്റയടിക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല. ബജാജിന്റെ EMI കാർഡ് ഉപയോഗിച്ച് നോ കോസ്റ്റ് EMI നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാഡ്ജറ്റുകൾ വാങ്ങാം. ലിങ്ക് ബയോയിലുണ്ട്. പിന്നെ ലിങ്ക് എന്ന് കമന്റ് ചെയ്താലേ ഞാൻ DM ചെയ്തേക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾ ബജാജ് EMI കാർഡിനെ അപേക്ഷിച്ചു.